ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാസ്റ്റർ ബ്ലാസ്റ്ററിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ബ്ലാസ്റ്റ് ഇറ്റ്. അപ്പോൾ എന്താണ് PSC മാസ്റ്റർ ബ്ലാസ്റ്റർ? PSC മാസ്റ്റർ ബ്ലാസ്റ്റർ നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ കണ്ടന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും +2 ഡിഗ്രി ലെവൽ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടെലഗ്രാം ചാനലിന്റെ പേര് PSC മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലാസുകൾ ബേസ്ഡ് ആയിട്ടുള്ള മന്ത്ലി ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടാവും. അതിൽ പങ്കെടുക്കുന്നവർക്ക് എന്താണ് ക്യാഷ് പ്രൈസ് നേടാം. നിങ്ങൾക്ക് പഠനത്തോടൊപ്പം അല്പം പോക്കറ്റ് മണി കൂടി സമ്പാദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും, പഠിക്കുമ്പോഴുള്ള സ്ട്രെസ്, പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളോട് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഒരു 24/7 പേഴ്സണൽ അസിസ്റ്റൻസ് ബേസ്ഡ് നമ്പർ ഉണ്ട്. അപ്പോൾ ആ നമ്പറും ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24/7 അസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2 ക്ലാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. യൂറോപ്യന്മാരുടെ ആഗമനമാണ് നമ്മൾ എടുത്തത്. ഇത് ക്ലാസ് 3 ആണ്, 3ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ പോർച്ചുഗീസുകാർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ ക്ലാസ് കൂടെ പോയി കാണുക. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് എന്താണ്? ഡച്ചുകാരുടെയാണ്. ഡച്ചുകാരാണ് ഇന്ത്യയിലേക്ക് 2ാമത് സമുദ്രമാർഗം എത്തിച്ചേർന്ന ശക്തി, വിദേശ ശക്തി ഡച്ചുകാരാണ്. അപ്പൊ അവരുടെ ബിഗിനിങ്, അവരുടെ മൊത്തത്തിലുള്ള കഥ മൊത്തം പറയും. അതായത് ഡച്ചുകാർ വന്നത് മുതലുള്ള പ്രധാനപ്പെട്ട PSC പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കണ്ടന്റ് എല്ലാം നമ്മൾ പറയും. അതിനുശേഷം വാറൽ കുളച്ചൽ യുദ്ധത്തിനെ പറ്റി അല്പം ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അടക്കം നമ്മൾ പറയും. അതിനകത്തും PSC പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എടുത്ത് നമ്മുടെ സ്ലൈഡിലേക്ക് എഴുതുന്നുണ്ട്. അതും നോക്കണം. കൂടാതെ ആ സ്റ്റോറി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അല്പം കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് യുദ്ധങ്ങളും ഒരുപാട് രാജാക്കന്മാരും ഒരുപാട് യൂറോപ്യന്മാരും ശക്തികളും എല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആ സ്റ്റോറി കൂടി ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇനി ഡച്ചുകാരുടെ വളരെ ഇമ്പോർട്ടന്റ് ആയ കോൺട്രിബ്യൂഷൻ ആണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിന്റെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നുള്ളത് കൊണ്ടാണ് ഈ ക്ലാസ്സിൽ ഈ 2 ടോപ്പിക്ക് മാത്രമായി ചുരുക്കിയത്. അപ്പം നമ്മൾ തുടങ്ങല്ലേ? അപ്പം ലെറ്റ്സ് ബ്ലാസ്റ്റ് ഇറ്റ്. ഒരു കഥ സൊല്ലട്ടുമാ. അപ്പം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായത് AD 1602 AD 1602. ഈ വർഷം PSC പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. AD 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായി. അങ്ങനെ അതിനെ തുടർന്ന് അവര് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. 1604 സ്റ്റീവൻ വാൻഡർ ഹേഗൻ എന്ന ഡച്ചുകാരൻ കോഴിക്കോട് സാമൂതിരിയാണ്. സാമൂതിരിയുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നുണ്ട്. ഈ വർഷവും ഈ ഉടമ്പടിയും ഓർത്തിരിക്കണം. ചേറ്റുവ ഉടമ്പടി എന്നാണ് അതിന്റെ പേര്. 1604 AD 1604 ഒപ്പുവെച്ച ഉടമ്പടിയാണ് ചേറ്റുവ ഉടമ്പടി. ആരൊക്കെ തമ്മിൽ? ഡച്ചുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ചേറ്റുവ ഉടമ്പടി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. ചേറ്റുവ ഉടമ്പടി 1604. അപ്പോൾ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായ വർഷം 1602. അതിന് മുമ്പുള്ള കുറച്ച് സ്റ്റോറികളുണ്ട്, അത് നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയാണ്. അതായത് ഒരുപാട് ട്രേഡിംഗ് കമ്പനി ഉണ്ട്, അതിനെല്ലാം കൂട്ടിച്ചേർത്താണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്കി മാറ്റിയത്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാണ്. ഇത്ര ഓർത്തിരിക്കുക. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായ വർഷം ചോദിച്ചാൽ AD 1602 ആണ്. ഓക്കെ, AD 1602. ഇത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എംബ്ലം തന്നെയാണ്, ഒറിജിനൽ എംബ്ലം ആണ്. AD 1602. ചേറ്റുവ ഉടമ്പടി സ്റ്റീവൻ വാൻഡർ ഹേഗനും കോഴിക്കോടിലെ സാമൂതിരിയും തമ്മിലാണ് ഒപ്പുവെക്കുന്നത് 1604. ഓക്കെ, ഇനി ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് അവർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയാണ്. വിറച്ച് എന്ന് ഞാൻ പേരിടാൻ കാരണം, ആദ്യത്തെ 2 യുദ്ധങ്ങളിൽ അവർക്ക് ഗംഭീര വിജയമാണ് നൽകിയതെങ്കിൽ പിന്നീടുള്ള 2 യുദ്ധങ്ങൾ അവർക്ക് പരാജയമാണ്. അപ്പൊ ആദ്യം വിറപ്പിച്ചു, പിന്നെ അവര് വിറച്ചു. അപ്പോൾ ആരെയാണ് ഡച്ചുകാർ വിറപ്പിച്ചത്? ആദ്യം ഇവിടെ സമുദ്രമാർഗം വന്ന് കാലുകുത്തിയ പോർച്ചുഗീസുകാരെയാണ് അവര് വിറപ്പിച്ചത്. ആദ്യം വിറപ്പിച്ചത് കൊല്ലത്ത് വെച്ച്. കൊല്ലം പിടിച്ചെടുത്തു. AD 1658. ഈ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് PSC പോയിന്റ് ഓഫ് വ്യൂല്. AD 1658. അതായത് 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായത്. 1604 കോഴിക്കോട് ഉടമ്പടി ഒപ്പുവെക്കുന്നു. അതിനും ഒരു 54 വർഷങ്ങൾക്ക് ശേഷം കൊല്ലം അവർ പിടിച്ചെടുക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്നും? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും. വീണ്ടും ഒരു 5 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ കൊച്ചിയും അവർ പിടിച്ചടക്കി. ആരുടെ കയ്യിൽ നിന്ന് തന്നെ? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് തന്നെ കൊച്ചിയും പിടിച്ചടക്കി. അപ്പോൾ ഡച്ചുകാരുടെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു നേട്ടമാണ് പോർച്ചുഗീസുകാരെ തുരത്താൻ കഴിഞ്ഞു എന്നുള്ളത്. അതോടുകൂടി, അതായത് ഈ 2 യുദ്ധത്തോടുകൂടി കേരളത്തിലുള്ള പോർച്ചുഗീസുകാരുടെ ഏകദേശം കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായി. അവരുടെ ഇവിടുത്തെ ഓപ്പറേഷൻസിനെ കട്ടയം പടമൊക്കെ മടങ്ങി എന്ന് പറയാം. അപ്പം ഡച്ചുകാർക്ക് ഒരു പ്രാമുഖ്യം കൈവന്നു. എവിടെ? കേരളത്തില്. അങ്ങനെ ഡച്ചുകാരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തിരുവിതാംകൂർ രാജവംശം നിലവിൽ വന്നത്.
അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ. അപ്പം അതിനെ തുടർന്ന് എന്തോ നടന്നു? കുളച്ചൽ യുദ്ധം നടന്നു. അതിന്റെ സ്റ്റോറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് യുദ്ധം പ്രധാനപ്പെട്ട 4 യുദ്ധങ്ങൾ എടുത്ത് പറയുന്നതുകൊണ്ട് മാത്രം നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അഡ്മിറൽ ഡി ലാലിയുടെ നേതൃത്വത്തിലുള്ള ഡച്ച് പട മാർത്താണ്ഡവർമ്മയോട് പരാജയപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ അവരുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഡച്ചുകാരുടെ അടിത്തറ ഇളക്കിയ യുദ്ധമാണ് 1795 കൊച്ചിയിൽ ബ്രിട്ടനോട് ഏറ്റ പരാജയം. അപ്പോൾ ആദ്യത്തെ 2 യുദ്ധങ്ങൾ അവരുടെ ഇവിടുത്തെ പ്രാമുഖ്യം ഉറപ്പിക്കുന്നതാണെങ്കിൽ ഈ 2 യുദ്ധങ്ങൾ അവരുടെ അടിത്തറ ഇളക്കുന്നതാണ്. അപ്പം ആദ്യത്തെ 2 യുദ്ധത്തിൽ വിറപ്പിച്ചു പോർച്ചുഗീസുകാരെ, പിന്നീടുള്ള 2 യുദ്ധങ്ങളിൽ അവർ വിറച്ചു. ആദ്യം അവരെ വിറപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്, പിന്നീട് ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ 1658 കൊല്ലം പിടിച്ചെടുത്തു പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും. കൊച്ചി പിടിച്ചെടുത്തു 1663 അതും പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും. 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയോട് പരാജയപ്പെട്ടു. 1795 കൊച്ചിയിൽ വെച്ച് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും നല്ലൊരു അടിയേറ്റു. അങ്ങനെ ഏകദേശം അവർ മൃതപ്രായരായി. ഇന്ത്യയിൽ അവരുടെ ഭരണം ഏകദേശം അവസാനിക്കുന്ന അവസ്ഥയായി. അങ്ങനെ അവരുടെ പോരാട്ടങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഏത് വർഷം? 1825. ഈ വർഷം ഓർത്തിരിക്കുക. 1825 ഡച്ചുകാർ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടി. അതായത് ഇന്ത്യയിൽ നിന്നും മടങ്ങിപ്പോയ ആദ്യ യൂറോപ്യൻ ശക്തി ആരാണ്? ഡച്ചുകാരാണ്. അപ്പോൾ ഇന്ത്യയിൽ രണ്ടാമത് എത്തിച്ചേർന്ന യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാര്. പക്ഷെ ആദ്യം മടങ്ങിപ്പോയത് ആര് തന്നെയാണ്? ഈ ഡച്ചുകാർ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇന്ത്യയിൽ ആദ്യമെത്തി അവസാനം മടങ്ങിപ്പോയത് പോർച്ചുഗീസുകാരാണ്. ഓർക്കുക, ആദ്യം വന്ന് അവസാനം മടങ്ങിപ്പോയത് പോർച്ചുഗീസുകാരാണ്. 1498 മുതൽ 1961 വരെയുള്ള വർഷങ്ങളിൽ പോർച്ചുഗീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും അധികം കാലം ഇന്ത്യയിൽ ഭരണം നടത്തിയത് പോർച്ചുഗീസുകാരാണെങ്കിൽ രണ്ടാമതെത്തി ആദ്യം മടങ്ങിപ്പോയത് ആരാണ്? ഡച്ചുകാരാണ്. AD 1825 ഡച്ചുകാർ ഇവിടുത്തെ പോരാട്ടങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ഭരണത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ അവരുടെ പോരാട്ടങ്ങളെ സംബന്ധിച്ച് PSC പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഡച്ച് അധികം ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് കുളച്ചൽ യുദ്ധത്തെ പറ്റി പഠിക്കാം. കടുവയെ പിടിച്ച കിടുവ. അപ്പൊ ആരാണ് ഈ കടുവയെ പിടിച്ച കിടുവ? അപ്പൊ ആരാണ് കടുവ? കടുവ ഡച്ച് തന്നെയാണ്. അപ്പോൾ ആരാണ് കിടുവ? കിടുവ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജവംശത്തിലെ ആദ്യ രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇവിടുത്തെ കിടുവ. അപ്പൊ അതിനൊരു കഥയുണ്ട്. അതായത് ഞാൻ പറഞ്ഞു 1663 കൊച്ചിയൊക്കെ പിടിച്ചെടുത്ത് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും. അങ്ങനെ ഡച്ചുകാർക്ക് ഇവിടെ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടല്ലോ, അവരൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവരുടെ ട്രേഡൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്ന സമയമാണ്. അപ്പോഴാണ് തിരുവിതാംകൂർ രാജവംശം നിലവിൽ വരികയും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അനക്സേഷൻ പോളിസി കൊണ്ടുവരികയും ചെയ്തു. അതായത് അവരുടെ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുക, അയൽ രാജ്യങ്ങളെല്ലാം ആക്രമിച്ച് കീഴടക്കുക എന്നൊരു നയത്തിലേക്ക് ആര് മാറിയത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിരുവിതാംകൂർ രാജവംശം എടുക്കുമ്പോൾ പറയും. ഇപ്പോൾ ഈ ഒരു ഡച്ചുകാരെ പറ്റി പറയുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അതിനെ തുടർന്ന് ശ്രീലങ്കൻ, അതായത് ഡച്ചുകാരുടെ മറ്റുള്ള പ്രധാനപ്പെട്ട ഏഷ്യയിലെ കോളനി ഒന്ന് ശ്രീലങ്കയും ഒന്ന് ഇന്തോനേഷ്യയാണ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഇന്തോനേഷ്യയാണ്. അതും PSC ചോദിച്ചിട്ടുണ്ട്. ഡച്ചുകാരുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കോളനി ഇന്തോനേഷ്യയാണ്. അപ്പോൾ അവിടെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ അവർക്ക് കോട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആർക്ക്? ഡച്ചുകാർക്ക്. അപ്പം ശ്രീലങ്കയിൽ അവരുടെ ഗവർണർ മാർത്താണ്ഡവർമ്മയെ കണ്ടു പറഞ്ഞു, ഇനി ഇത്തരത്തിലുള്ള രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്ന പരിപാടി നിർത്തണം, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചോളൂ കുഴപ്പമില്ല, പക്ഷേ ഡച്ചുകാരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങൾ കയ്യേറുന്ന പരിപാടി നിർത്തണം. അപ്പോൾ മാർത്താണ്ഡവർമ്മ പറഞ്ഞ മറുപടിയാണ് ഏറെ രസകരം. ഈ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നത് മാത്രമല്ല, ഞാൻ യൂറോപ്പും കൂടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആര് പറഞ്ഞത്? മാർത്താണ്ഡവർമ്മ പറഞ്ഞത്. അപ്പൊ ശരിക്കും കടുവയെ പിടിച്ച കിടുവയില്ലേ മാർത്താണ്ഡവർമ്മ? കാരണം ഇവിടെ ആക്രമിച്ച് കീഴടക്കി ഇവിടുത്തെ നാട്ടുരാജ്യങ്ങളെല്ലാം സ്വന്തമാക്കാൻ വന്ന ഡച്ചുകാരോട് മാർത്താണ്ഡവർമ്മ തിരിച്ചു പറഞ്ഞത്, ഞാൻ ഈ നാട്ടുരാജ്യങ്ങൾ മാത്രമല്ല നിങ്ങളുടെ യൂറോപ്പും കൂടെ കീഴടക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്നാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മാർത്താണ്ഡവർമ്മ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഡച്ചുകാരെന്ന് തീരുമാനിച്ചു, ഇയാളെ ഒതുക്കിയേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ തങ്ങളുടെ കൈവശം ഇരിക്കുന്ന കൊച്ചിയും കോഴിക്കോടും മലബാറും അടങ്ങുന്ന സ്ഥലങ്ങളെല്ലാം ഈ മാർത്താണ്ഡവർമ്മ അനക്സ് ചെയ്ത് കൂട്ടിച്ചേർത്ത് പിടിച്ചടക്കും എന്ന് കണ്ടപ്പോൾ അവര് എന്ത് തീരുമാനിച്ചു? അന്നത്തെ മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ പത്മനാഭപുരം, കൽക്കുളത്തിനടുത്തുള്ള പത്മനാഭപുരം അങ്ങ് ആക്രമിച്ച് കീഴടക്കി മാർത്താണ്ഡവർമ്മയെ നിലംപരശാക്കി കഴിഞ്ഞാൽ തങ്ങൾക്ക് ഈ ഭൂമി മൊത്തം പിടിച്ചെടുക്കാം എന്നൊരു ധാരണയിലേക്ക് എത്തുകയും അതിനുള്ളൊരു പടപ്പുറപ്പാട് നടത്തുകയും ചെയ്തു. അപ്പം
അങ്ങനെ ഒരു മുന്നേറ്റം അവർ നടത്തിയപ്പോൾ ആദ്യ ഘട്ടങ്ങളിലെല്ലാം വിജയം ഡച്ചുകാർക്ക് സ്വന്തമായിരുന്നു. കാരണം അവർക്ക് നല്ല ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ഉണ്ട്, അതായത് നല്ല വെടിക്കോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ചുകൂടി ബെറ്റർ സ്ട്രാറ്റജി ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ 1741 ഓഗസ്റ്റ് 10 ഈ കുളച്ചിൽ യുദ്ധം നടക്കുന്നത്. അതിനും ഏകദേശം 6-7 മാസം മുമ്പ്, അതായത് 741 ഫെബ്രുവരിയിൽ തന്നെ അവർ കൽക്കുളം ലക്ഷ്യമാക്കിയുള്ള മൂവ്മെന്റ് നടത്തിയിരുന്നു. അപ്പം കൊല്ലത്ത് വെച്ച് അവർക്ക് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തെ തോൽപ്പിച്ച് തിരിച്ചോടിക്കാൻ സാധിച്ചു. അപ്പൊ ഡച്ചുകാർക്ക് ഒന്നുകൂടെ ധൈര്യമായി, എങ്ങനെ മാർത്താണ്ഡവർമ്മയെ ആക്രമിച്ച് കീഴടക്കാം, അവർക്ക് പത്മനാഭപുരം പിടിച്ചടക്കി തിരുവിതാംകൂർ രാജ്യം തങ്ങളുടെ ഭാഗമാക്കാം എന്നൊരു ധാരണയുണ്ടായി. അങ്ങനെ അവര് സധൈര്യം മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കടുവയെ പിടിച്ച് കിടുവയായ മാർത്താണ്ഡവർമ്മയ്ക്ക് വേറെ വേറെ പുതിയ പ്ലാൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം സ്ട്രാറ്റജിക്കലായി ചെയ്തത് എന്താണ്? അദ്ദേഹം ചെയ്തത് ഈ മഴക്കാലമാണ്. നമുക്കറിയാം കേരളത്തില് ഒരു മെയ് ലാസ്റ്റ് തൊട്ട് ഓഗസ്റ്റ് പകുതി അല്ലെങ്കിൽ സെപ്റ്റംബർ വരെ മഴക്കാലം, മൺസൂൺ സീസണാണ്. ആ മൺസൂൺ സീസണാണ് ഇവരെ അടിച്ചിടാൻ ഏറ്റവും നല്ല അവസരം എന്ന് ആർക്കറിയാം? മാർത്താണ്ഡവർമ്മയ്ക്ക് അറിയാം. കാരണം ഡച്ചുകാരുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ വെടിക്കോപ്പുകളാണ്. അപ്പൊ ഇന്നത്തെ പോലെയുള്ള AK-47 തോക്കൊന്നുമല്ല, വെടിമരുന്ന് കുത്തി നിറച്ച് വെടിവെക്കുന്ന തോക്കാണ്. അത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊട്ടത്തില്ല. അപ്പോൾ ആ ഒരു ഐഡിയ ആർക്കുണ്ടായിരുന്നു? മാർത്താണ്ഡവർമ്മയ്ക്ക് വ്യക്തമായി അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഡച്ചുകാരുടെ എണ്ണത്തിൽ കുറവായ ഡച്ചുകാരെ സ്പ്ലിറ്റ് ചെയ്യുക എന്നാണ്. അതായത് അവർക്ക് അവരുടെ ട്രൂപ്പുകളുടെ ഇടയിലേക്ക് തങ്ങളുടെ സൈന്യത്തെ ഇടിച്ചു കയറ്റുക, അതായത് അവർക്കിടയിൽ വിടവ് വരുത്തുക, അവരുടെ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യുക, അതുപോലെ ഫുഡ് സപ്ലൈ കട്ട് ചെയ്യുക, ആംസ് ആൻഡ് അമ്യൂണിഷൻസ് കട്ട് ചെയ്യുക, അതായത് വെടിമരുന്നുകളും വെടിക്കോപ്പുകളും വരുന്നത് കട്ട് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം തങ്ങളുടെ സേനയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അത് കരയിൽ മാത്രമല്ല കടലിലും അദ്ദേഹത്തിന് ഡച്ചുകാർക്കുള്ള സപ്ലൈ കട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അതിനെ തുടർന്ന് 1741, അതായത് ഈ 741 മെയ് മാസം മുതൽ തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും വെടിക്കോപ്പുകളും ആവശ്യത്തിന് സപ്ലൈ കിട്ടാത്ത അവസ്ഥ വന്നു. എന്തുകൊണ്ട്? മാർത്താണ്ഡവർമ്മ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിയതുകൊണ്ട്. അപ്പൊ അവരുടെ സൈന്യത്തെ, ഏകദേശം 500ഓളം വരുന്ന ഡച്ച് സൈന്യത്തെ വളഞ്ഞിരുന്നത് 12,000 മുതൽ 15,000 വരെ വരുന്ന, നോക്കണം, ഏകദേശം 30-40 ഇരട്ടി വരുന്ന സൈന്യമാണ് ആർക്കുണ്ടായിരുന്ന? മാർത്താണ്ഡവർമ്മയ്ക്കുണ്ടായിരുന്നു. അവരെ ഉപയോഗിച്ച് അവരുടെ സപ്ലൈ കട്ട് ചെയ്യുകയാണ് മാർത്താണ്ഡവർമ്മ ചെയ്തത്. അപ്പൊ അതിനെ തുടർന്ന് 1741 ഓഗസ്റ്റില് ഒരു ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് നടന്നു. അപ്പം ചില ചരിത്ര ബുക്കുകളൊക്കെ പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഫയറിംഗ് ഒന്നും നടന്നിട്ടില്ല, അതിന് മുമ്പേ തന്നെ ഡച്ചുകാർ കീഴടങ്ങാൻ ഉണ്ടായതാണ്. എന്തായാലും മാർത്താണ്ഡവർമ്മയുടെ ആ ഒരു സ്ട്രാറ്റജി വിജയിച്ചു. അതായത് അവർക്കുള്ള സപ്ലൈ ലൈൻ കട്ട് ചെയ്യുക, എവിടെ? കരയിലും കടലിലുമുള്ള സപ്ലൈ ലൈൻ കട്ട് ചെയ്യുക. അതുകൂടാതെ കനത്ത മഴയിലും കാറ്റിലും ഡച്ച് കപ്പലുകൾക്ക് തീരത്തോട് അടുക്കാൻ കഴിഞ്ഞുമില്ല, അവരുടെ വെടിക്കോപ്പുകളൊന്നും പൊട്ടിയതുമില്ല. അതിനെ തുടർന്ന് എന്ത് പറ്റി? അവർക്ക് കുളച്ചൽ യുദ്ധത്തിൽ പരാജയം സംഭവിച്ചു. അങ്ങനെ 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധത്തിൽ ആരെ പരാജയപ്പെടുന്നത്? ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുന്നത്. അപ്പോൾ PSC ചോദിക്കുന്നതാണ്, കുളച്ചൽ യുദ്ധം നടന്ന വർഷം ചോദിക്കാറുണ്ട്, കുളച്ചൽ യുദ്ധത്തിൽ ആരെ പരാജയപ്പെടുത്തി എന്ന് ചോദിക്കാറുണ്ട്. ഇനി കുളച്ചൽ യുദ്ധത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ, ഇത് ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്യൻ നാവികസേനയെ പരാജയപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു, യൂറോപ്യൻ നാവികസേനയ്ക്ക് തീരത്തേക്ക് അടുക്കാൻ കഴിയുന്നില്ല, കാരണം ശക്തമായ കാറ്റും മഴയുണ്ട്. അതുകൂടാതെ മാർത്താണ്ഡവർമ്മ ഏർപ്പെടുത്തിയ ശക്തമായ നാവിക ഉപരോധമുണ്ട്. അതുകൂടാതെ കരയിലും അദ്ദേഹം ഉപരോധം വെച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്യൻ നാവികസേനയെ പരാജയപ്പെടുത്താണ്. സത്യത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സ്ട്രാറ്റജിയും അതിനോടൊപ്പം അല്പം ഭാഗ്യം കൂടി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ എന്ത് സംഭവിച്ചു? കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെട്ടു. അതോടുകൂടി തന്നെ ഡച്ചുകാരുടെ ഇവിടുത്തെ ഏകദേശം പരിപാടികളൊക്കെ തീരുമാനമായ അവസ്ഥയായി. അവരുടെ 20ഓളം ഉയർന്ന ഓഫീസർമാരെ മാർത്താണ്ഡവർമ്മ തടവിലാക്കി, അവരുടെ വെടിക്കോപ്പുകളെല്ലാം കണ്ടുകെട്ടി. അത് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് അവർക്ക് സ്വതന്ത്രമായി വിട്ടുകൊടുക്കാനുണ്ടായത്. അതിനെ തുടർന്ന് അവരുടെ അഡ്മിറലായിരുന്ന ഡിലനോയെ എന്ത് ചെയ്തു? അഡ്മിറൽ ഡിലനോയെ തിരുവിതാംകൂറിന്റെ നാവികസേനയുടെ തലവനാക്കി മാറ്റുന്നുണ്ട്. അതായത് ശരിക്കും അവരുടെ തിരുവിതാംകൂറിന്റെ ദാസനാക്കി മാറ്റുന്നുണ്ട്. അപ്പം തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് കേണൽ ഡിലനോയാണ്. അതും ഓർത്തിരിക്കുക, തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അദ്ദേഹം ഒരു ഡച്ചുകാരനാണ്. ഡച്ച് നാവികനായ കേണൽ ഡിലനോയാണ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ട്? യുദ്ധത്തിൽ പരാജയപ്പെട്ട് സറണ്ടർ ചെയ്ത് അദ്ദേഹം തിരുവിതാംകൂർ ദാസനായി മാറുകയാണ് ഉണ്ടായത്. അതാണ് കുളച്ചിൽ യുദ്ധം. അപ്പൊ ഇതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ, മാർത്താണ്ഡവർമ്മ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നയിച്ചത്. തിരുവിതാംകൂറിന് വേണ്ടി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ഡച്ചുകാർക്ക് വേണ്ടി ഡിലനോയ്, പരാജയപ്പെട്ട ഡച്ച് പടയ്ക്ക് വേണ്ടി ഡിലനോയ് ഇവർക്ക് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ ദാസനായി മാറുകയും അവരുടെ നാവികസേന തലവനാവുകയും
തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. പിന്നീട് തിരുവിതാംകൂർ സേനയെ മോഡേണൈസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ആധുനികവൽക്കരിക്കുന്നതിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി കൂടിയാണ് കേണൽ ഡെലനോയ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കുളച്ചിൽ യുദ്ധത്തിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ളത്. ഇനി ഡെലനോയെ സംബന്ധിച്ച് അല്പം കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ കബറടക്കം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശവശരീരം അടക്കം ചെയ്തിരിക്കുന്നത് കന്യാകുമാരിക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ്. ഈ കാണുന്നതാണ്, ഈ സ്ഥലത്താണ് ഉദയഗിരി കോട്ട. കന്യാകുമാരിക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് അദ്ദേഹത്തിന്റെ ശവശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്മാരകവും എവിടെ തന്നെയാണ്? ഉദയഗിരി കോട്ട തന്നെയാണ്. അപ്പം ഡെലനോയെ അടക്കം ചെയ്തിരിക്കുന്നത് ഉദയഗിരി കോട്ടയിലാണ്, കന്യാകുമാരിക്കടുത്തുള്ള ഉദയഗിരി കോട്ട. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. ഇനി ഡച്ച് പതനത്തിന് തന്നെ കാരണമായ ഒരു സന്ധിയുണ്ട്. 1753 ഓഗസ്റ്റ് 15 ഒപ്പിട്ട മാവേലിക്കർ സന്ധി. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുളച്ചിൽ യുദ്ധത്തോടുകൂടി ഇവരുടെ എല്ലാ പരിപാടിയും തീർന്നു കാണുമോ? ഇല്ല. കുളച്ചിൽ യുദ്ധത്തില് സത്യത്തിൽ അവരുടെ അത്ര ഓഫീസർമാരെയൊക്കെ ഇവര് തടവിലാക്കിയെങ്കിലും അവരുടെ ഒരു സേന, ഒരു ബറ്റാലിയൻ സേന തിരുവിതാംകൂറിന് പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു, എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ റെഡി ആയിട്ട്. പക്ഷെ അങ്ങനെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഈ തടവിലാക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എല്ലാം ജീവൻ നഷ്ടമാകും എന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരിത് വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് മാർത്താണ്ഡവർമ്മയ്ക്കാണെങ്കിലും ഡച്ചുകാരുടെ ആ ഒരു ത്രെറ്റ് അല്ലെങ്കിൽ അവരുടെ ഭീഷണി എന്നേക്കുമായിട്ട് ഒഴിവാക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയാണ് മാവേലിക്കര സന്ധി അത് ഒപ്പിട്ടത് 1753 ഓഗസ്റ്റ് 15. ഈ ഡേറ്റ് ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ തന്നെയാണ്. 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര സന്ധി ഒപ്പുവെച്ചു. അത് പ്രകാരം ഒരിക്കലും ഡച്ചുകാർക്ക് തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ സാധിക്കില്ല. പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ഓക്കെ, സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടിയുള്ള ഒരു സന്ധിയാണ് ഒപ്പുവെച്ചത്. അതോടുകൂടി ഡച്ചുകാരുടെ ഇവിടെയുള്ള മുന്നേറ്റങ്ങൾക്ക് അവസാനമാവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഡച്ചുകാരുടെ കേരളത്തിലെ മുന്നേറ്റം പൂർണ്ണമായി തന്നെ നിന്നു പോവുകയാണ് ഉണ്ടായത് മാവേലിക്കര സന്ധിയോടുകൂടി. അപ്പം ഡച്ച് പതനത്തിന് കാരണമായ സന്ധി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം മാവേലിക്കര സന്ധിയാണ്. തിരുവിതാംകൂറുമായി ഒപ്പിട്ട മാവേലിക്കര സന്ധി 1753 ഓഗസ്റ്റ് 15. ഓക്കെ, ഇനി ഡച്ചുകാരുടെ ഇമ്പോർട്ടന്റ് ആയ PSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫാക്ട്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഫാക്ട്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. PSC ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചതുമായിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ പറയുന്നത്. ഏഷ്യയിലെ ഡച്ചുകാർ ഏറ്റവും വലിയ കോളനി ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഇന്തോനേഷ്യയാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി എവിടെയാണ് ഡച്ചുകാർ സ്ഥാപിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോ യൂറോപ്യൻ ശക്തികളുടെയും ആദ്യ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഡച്ചുകാരുടെ ആദ്യ ഫാക്ടറി എവിടെയാണ്? മച്ചിലിപ്പട്ടണം അല്ലെങ്കിൽ മുസ്ലിപ്പട്ടണം, ആന്ധ്രാപ്രദേശിലാണ്. 1605 അവർ സ്ഥാപിച്ചത്. അപ്പൊ ഫാക്ടറി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ യന്ത്രസാമഗ്രികൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അങ്ങനെയല്ല, അവരുടെ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ഒക്കെ കൂട്ടിവെക്കാനും അവരുടെ ചരക്കുകളൊക്കെ സംഭരിച്ചു വെക്കാനുള്ള ഒരു ഒരു സ്റ്റോർ ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അവരുടെ ആദ്യ ഫാക്ടറി അവർ സ്ഥാപിക്കുന്നത് മച്ചിലിപ്പട്ടണത്താണ് അല്ലെങ്കിൽ മുസ്ലിപ്പട്ടണം, രണ്ടുപേരും പറയുന്നുണ്ട്. അത് ആന്ധ്രാപ്രദേശിലാണ്, അത് ഓർത്തിരിക്കുക. അതുപോലെ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യന്മാർ ഞാൻ നേരത്തെ പറഞ്ഞു, അത് ആരാണ്? ഡച്ചുകാരാണ്. ഇന്ത്യയിലേക്ക് രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തി ആരാണ്? ഡച്ചുകാരാണ്. ആദ്യം എത്തിയതും അവസാനം തിരിച്ചുപോയതും പോർച്ചുഗീസുകാരാണ്. ഇനി ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും പോർച്ചുഗീസുകാർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ്? പോർച്ചുഗീസുകാരെ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഡച്ചുകാര് പക്ഷെ പ്രൊട്ടസ്റ്റന്റ്, ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഡച്ചുകാർ. അപ്പോൾ അതും ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാനുള്ള സാധ്യതാ ചോദ്യങ്ങൾ നോക്കാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓർത്ത് നോക്കുക. ചേറ്റോ ഉടമ്പടി ആരൊക്കെ തമ്മിലാണ്? ഡച്ച് കൊല്ലം പിടിച്ചെടുത്ത വർഷം, കുളച്ചില യുദ്ധം നടന്ന വർഷം, തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? മാവേലിക്കര സന്ധി ഒപ്പുവെച്ച വർഷം, ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി. ഇത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു. ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും കൂടെ ക്ലാസ് കാണുക. അതുകൂടാതെ നമ്മൾ ഈ ക്ലാസ്സിന്റെ നോട്ട്സ് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് കയറുക, ജോയിൻ ബട്ടൺ അമർത്തുക. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ 2.4 ഹോർത്തൂസ് മലബാർക്കസ്, ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഈ മലബാറിലെ ആരാമെന്നറിയപ്പെടുന്ന ഹോർത്തൂസ് മലബാർക്കസ് ആണ്. ഇവിടുത്തെ ഔഷധ ചെടികളെ പറ്റിയുള്ള വിശദമായ വിവരണങ്ങളൊക്കെയുള്ള മലയാള ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകമായ ഹോർത്തൂസ് മലബാർക്കസ് ആണ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും അടുത്ത ക്ലാസ്സിൽ. ഷോർട്ട് വീഡിയോ ആയിരിക്കും. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോസ് ഉണ്ടാവും. ഇതുകൂടാതെ മറ്റുള്ള ടോപ്പിക്സുകളുടെ വീഡിയോയും ഉടൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ സിലബസിൽ ഒരു വരി പോലും വിടാതെ ആയിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള നമ്പർ ഓഫ് വീഡിയോസിന്റെ എണ്ണവും ടോപ്പിക് കവറിങ്ങും നമ്മൾ വേഗത കൂട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട, നമ്മൾ സിലബസ് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് ഹോർത്തൂസ് മലബാർക്കസിനെ പറ്റി കാണാം. അപ്പം PSC മാസ്റ്റർ ബ്ലാസ്റ്റർ, ലെറ്റ്സ് ബ്ലാസ്റ്റ് ഇറ്റ്.